സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെ സംബന്ധിച്ചത് വേനലവധി കാലമാണ്. സാധാരണ വേനലവധിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഒരു 2 മാസ കാലമാണ് അല്ലേ. നമ്മളൊന്ന് ഉല്ലസിക്കാനും ഒന്ന് സന്തോഷിക്കാനും ഒക്കെ മാറ്റി വെക്കുന്ന സമയമാണ്. അവിടെയാണ് ഈ വിദ്യാർത്ഥികൾ വേറിട്ട് ലഹരിക്കെതിരായ പോരാട്ടവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ പോരാട്ടത്തിൽ അവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുള്ളത് അവരുടെ പ്രിയപ്പെട്ട MLA IB സതീഷും. ശ്രീ IB സതീഷ് തന്നെ നമുക്കൊപ്പം ഇന്ന് ഹലോ മലയാളത്തിൽ എത്തിയിട്ടുണ്ട്. ശ്രീ IB സതീഷ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. രാവിലെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, നല്ല സുഖമില്ല. അങ്ങനെ ശ്വാസം മുട്ടലിൻ്റെ ഒരു അസ്ഥിതയുണ്ട്. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുമെന്നൊരു ആശങ്കയുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് നിർത്താം. ശ്രീ IB സതീഷ്, നമ്മൾ ഈ ലഹരിക്കെതിരെ പലവിധமான ക്യാമ്പയിനുകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ലഹരി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവുമാണ് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ എങ്കിലും ഇതൊരു വേറിട്ടൊരു ആശയമാണ്, ലഹരിക്കെതിരായ മാനവ ശൃംഖല. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് അങ്ങ് എത്തിച്ചേർന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും യോഗം വിളിച്ച് ഒരു കൃത്യമായ സന്ദേശം നൽകി. നമുക്കിനി വിട്ടുവീഴ്ച ചെയ്യാനാവില്ല, ഒരു തലമുറയെ കാത്തേ മതിയാവും. ആ സന്ദേശത്തിൻ്റെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ നമ്മുടെ മണ്ഡലം നഗരാതിർത്തിയിൽ നിന്ന് മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത് കരമനയാറിൻ്റെ തീരത്ത് കുണ്ടവൻകടവിലാണ്. കുണ്ടവൻകടവിൽ നിന്ന് ആരംഭിച്ച് മണ്ഡലാതിർത്തിയായ നെയ്യാറിൻ്റെ തീരത്ത് മണ്ഡപത്തിൻകടവ് വരെ നീളുന്ന മാനവ ശൃംഖല 10-ാം തീയതി. അതിന് മുന്നോടിയായിട്ടാണ് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. NSS നാഷണൽ സർവീസ് സ്കീം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. NSS കോർഡിനേറ്റർമാരുടെ ഒരു യോഗം വിളിച്ചിട്ട് ഞങ്ങൾ ഈ ആശയം അവതരിപ്പിച്ചു. വീടുകളിൽ താമസിക്കുക, പുതിയ കൂട്ടുകാരെ കണ്ടെത്തുക, 122 വാർഡുകളിലും പോവുക. ആ 122 വാർഡുകളിൽ 5 വീടുകളിൽ 10 വിദ്യാർത്ഥികൾ താമസിക്കുന്നു. അവർക്ക് ആ വീട്ടിൽ നിന്ന് പുതിയ കൂട്ടുകാരെ കിട്ടുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം പോലൊരു സ്നേഹം അവിടെ നിന്ന് കിട്ടുന്നു. അവർ ആ വാർഡിലെ സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് കുട്ടികൾ വരെയുള്ളവരെ കൂട്ടുകാരുടെ കൂട്ടമാക്കുന്നു. അവർ ആ വാർഡിലൊരു സർവേ നടത്തുന്നു. ഒടുവിൽ മാനവ ശൃംഖലയ്ക്കുള്ള ക്ഷണക്കത്ത് നൽകി ആ വീട്ടിൽ നിന്ന് പുറത്തുവിടുന്നു. ഈ ആശയം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏകദേശം 40ഓളം വാർഡുകളിൽ ഈ പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങൾ ആവേശഭരിതരാണ്. ജനങ്ങൾ കക്ഷി രാഷ്ട്രീയവും മറ്റെല്ലാ ഭേദചിന്തകളും മറന്ന് ഈ ആശയത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കുകയാണ്. മലയും കീഴും മാധവകവി കോളേജിലെ NSS വാളണ്ടിയർമാർ തുടങ്ങി വെച്ച ഈ ക്യാമ്പയിൻ ഓരോ ദിവസം കഴിയുമ്പോഴും മറ്റ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥിനികൾ ആവേശത്തോടെ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ശ്രീ IB സതീഷ്, ഞാൻ അതിലേക്ക് തന്നെ എത്തുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഒരു പുതിയൊരു ആശയമാണ്. കാരണം കുട്ടികളാണ് വരുന്നത്, അവർ വീടുകളിൽ താമസിച്ച് ഈ ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ച് ചോദിച്ചറിയുന്നു. നമുക്കറിയാം, ഈ പല കുടുംബങ്ങളിലുമൊക്കെ ലഹരി ഉപയോഗമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ രാസലഹരി ഉപയോഗം അല്ലെങ്കിൽ ഈ കഞ്ചാവ് ഉപയോഗം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പലർക്കും പുറത്തു പറയാൻ ഭയമാണ്. അപ്പോൾ കുട്ടികളാണ് വരുന്നത്. ഇപ്പോൾ ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് ദിവസങ്ങളായി, എങ്ങനെയാണ് ആളുകളുടെ ഒരു റെസ്പോൺസ്? ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിൽ ഞങ്ങളെക്കുറിച്ച് പഠിക്കാൻ, അന്വേഷിക്കാൻ, റിപ്പോർട്ട് ചെയ്യാൻ, എവിടെയെങ്കിലും പരാതി കൊടുക്കാൻ വന്നതാണോ എന്ന സംശയം 1-2 സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പൊതുവിൽ എല്ലാവരും നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ അവധിക്കാലത്തെ ഇങ്ങനെ സർഗാത്മകവും സാമൂഹ്യ സേവനത്തിന് ഉപയോഗിക്കുന്നതുമാക്കിയിട്ടുള്ള ഒരു രീതി അത് നാട്ടുകാരിൽ വലിയ ഒരു ചലനം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മാസ് ഡ്രിൽ ഉണ്ടായി. ആ മാസ് ഡ്രില്ലിൽ പങ്കെടുത്ത കുട്ടികൾ കളരിപ്പയറ്റിൻ്റെ ചുവടുവയ്പ്പ്, ആദ്യ ചുവടുകൾ വെച്ചുകൊണ്ടാണ് ആ മാസ് ഡ്രിൽ അവസാനിപ്പിച്ചത്. കളരിപ്പയറ്റിൻ്റെ ചുവടുകളും ഒപ്പം മയക്കുമരുന്നിനെതിരായ പ്രതിജ്ഞയും അത് വളരെ ആവേശകരമായിരുന്നു. 2000-ലധികം വിദ്യാർത്ഥികൾ, അവരെ അനുധാവനം ചെയ്തു വന്ന രക്ഷകർത്താക്കൾ,
ഒത്തുചേർന്ന നാട്ടുകാർ മണ്ഡലത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു ചലനമുണ്ട്. ഇന്നലെ മാത്രം ഞങ്ങൾ 4 യോഗങ്ങൾ ചേർന്നു. കുടുംബശ്രീ പ്രവർത്തകരുടെ യോഗം, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗം, റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം. ഈ യോഗങ്ങളിൽ ഇന്നലെ മാത്രം 1000-ലധികം പേർ വിവിധ യോഗങ്ങളിലായി പങ്കെടുത്തു. മണ്ഡലമാകെ മയക്കുമരുന്നിനെതിരായ ഒരു ബോധത്തിലേക്ക് സ്വാഭാവികമായി ഉണരുകയാണ്. എല്ലാ രാഷ്ട്രീയ 122 വാർഡുകളുണ്ട്. പാർട്ടികളുടെയും അങ്ങ് ഇപ്പൊ പറഞ്ഞതുപോലെ 2000-ൽ പരം വോളണ്ടിയേഴ്സ് ഉണ്ട് ബോധവൽക്കരണവുമായി രംഗത്ത്. അപ്പോൾ ഇപ്പോൾ ഈ ക്യാമ്പയിൻ തുടങ്ങി ഇത്രയും ദിവസം ആകുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ മണ്ഡലത്തിൽ ലഹരി വ്യാപനം ഉണ്ടോ എമ്മല്ലേ? തീർച്ചയായും വളരെ രഹസ്യമായിട്ടാണെങ്കിലും കുട്ടികളോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രതിരോധം തീർത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം എന്ന ആപത്ത് സൂചനകൾ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇതാണ് സമയം. ഇപ്പോൾ നമുക്ക് പ്രതിരോധിക്കാനായില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രതികരിക്കാനാവും. ഇതാണ് സമയം. തീർച്ചയായും ഈ നേരത്ത് നമ്മൾ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാവും. ഞങ്ങൾ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, മയക്കുമരുന്നിൻ്റെ സപ്ലൈ ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്തേ മതിയാവും. അതിന് കൃത്യമായ ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥർക്ക്, എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്ക് ലഭ്യമാകണം. അതിന് ഭയമുണ്ട്. ഒന്ന്, ഈ വിവരം നൽകുന്നയാൾക്ക് അയാളുടെ സോഴ്സ് ഇൻഫർമേഷൻ, അയാളെ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യമാകുമോ എന്നൊരു സംശയമുണ്ട്. മറ്റൊന്ന്, എന്തിനാണ് ഞാൻ പുലിവാല് പിടിക്കുന്നത് എന്ന തോന്നലുണ്ട്. ഈ അപകടം നാളെ ആരെയും ബാധിക്കാമെന്നും ഏത് കുടുംബത്തിലേക്കും കടന്നു വരാമെന്നും വീട്ടുപടിക്കൽ നിന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ആരംഭിക്കേണ്ടത് എന്നും ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഈ ക്യാമ്പയിൻ ഫലം കണ്ടിട്ട് അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് മണ്ഡലത്തിലെ മറ്റ് വിശേഷങ്ങളിലേക്കൂടെ ഞാനൊന്ന് കടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ വിഴിഞ്ഞം വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ വികസനം വരുന്നത് കാട്ടാക്കടയാണ്. കാരണം നേരത്തെ ആദ്യം തന്നെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ കാട്ടാക്കടയിൽ നടന്നിരുന്നു. ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് മണ്ഡലത്തിന്റെ ഒരു പ്രതീക്ഷകൾ ഈ വിഴിഞ്ഞം വരുന്നതോടുകൂടി? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. കമ്മീഷൻ കഴിഞ്ഞു. ഇനിയൊരു ഔട്ടർ റിംഗ് റോഡ് വരാൻ പോവുകയാണ്. ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഔട്ടർ റിംഗ് റോഡ്. അത് ഞങ്ങളുടെ മണ്ഡലത്തെ നെടുകെ പിളർന്നുകൊണ്ടാണ് കടന്നു പോകുന്നത്. 6 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തിനെയും ഔട്ടർ റിംഗ് റോഡ് സ്പർശിക്കുന്നുണ്ട്. കാട്ടാക്കട മേഖലയെ ഗ്രീൻ ഇൻഡസ്ട്രി ഹബ്ബായി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സംരംഭകരെ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉൾപ്പെടെ സാധ്യമാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോക മാതൃകകളെ പഠിക്കാനും അറിയാനും അവരെ മണ്ഡലത്തിലേക്ക് ക്ഷണിക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വ്യവസായ വകുപ്പിൻ്റെ വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു പ്രശ്നമുണ്ട്, ഭൂമിയുടെ ദൗർലഭ്യം. അതുകൂടി പരിഹരിക്കാനായാൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. സമയപരിമിതി മൂലമാണ് ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന്, പക്ഷേ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ നമുക്കറിയാം ഈ വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്ത് തലസ്ഥാന നഗരത്തിന്റെ തന്നെ ഒരു മാലിന്യ കൂമ്പാരമായിരുന്നു. അവിടേക്ക് ഇപ്പോൾ സാങ്കേതിക സർവകലാശാല വരാൻ പോവുകയാണ്. അതായത് നമ്മളിപ്പോൾ ആലങ്കാരികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒരു നാൾ ഒരു മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലം ഒരു പൂങ്കാവനമായി മാറാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷകൾ? കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അതുമാത്രമല്ല ട്രസ് പാർക്ക്, ഒരു ഗവേഷണ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ ഗവേഷണ നിർമ്മാണ സ്ഥാപനം കൂടി അതിനോട് അനുബന്ധിച്ച് വരികയാണ്. അപ്പോൾ അത് നാട്ടിലുണ്ടാക്കാവുന്ന മാറ്റം. കാട്ടാക്കട പോലൊരു മണ്ഡലം, മുൻവിധികൾ ഒരുപാടുണ്ടായിരുന്നു കാട്ടാക്കട മണ്ഡലത്തെ സംബന്ധിച്ച്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഉറച്ച പിന്തുണയോടുകൂടി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് സാങ്കേതിക സർവകലാശാല വിളപ്പിശാലയിൽ ആരംഭിക്കാനാവുന്നത്. അതുണ്ടാക്കുന്ന മാറ്റം വലുതാണ്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ IB സതീഷ് നമുക്കിപ്പം പങ്കെടുത്തതിന്. കാരണം കേരളത്തിലെ ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും വികസന മുന്നേറ്റവുമായി പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാട്ടാക്കട. അതിൽ അങ്ങ് വഹിച്ചിരിക്കുന്ന പങ്ക് അത്രമേൽ അഭിനന്ദനാർഹവുമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്കിപ്പം പങ്കെടുത്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി സേതുലക്ഷ്മി.